ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി അത് നേതൃത്വം നൽകി കൈകാര്യം ചെയ്തു പോകേണ്ട ആളുകൾ, അവർക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്, അവർക്കുണ്ടാകേണ്ട ഗുണം എന്താണ്? ഒന്ന്, മൻ ആമന ബില്ലാഹ്, പള്ളിയിൽ വരുന്നവരൊക്കെ വിശ്വാസികളാവണം. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളാണ്, അതിൽ തർക്കമേ ഇല്ല. മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് അവന്റെ ഐഡന്റിറ്റി കാർഡിൽ, അവന്റെ തിരിച്ചറിയൽ രേഖകളിൽ, അവനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും രേഖകളിൽ, റെക്കോർഡുകളിൽ മുസ്ലിം എന്ന് പേരിട്ടത് കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ അവൻ മുസ്ലിമായി നാളെ ചെല്ലണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹു തആലയുടെ പള്ളി, റബ്ബിന്റെ വീട്, അത് നയിക്കേണ്ടത്, നേതൃത്വം നൽകേണ്ടത് മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ നേരാവണ്ണം വിശ്വാസമുള്ളവനാണ്. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും നേരാവണ്ണം വിശ്വാസം വെച്ച് പുലർത്തുന്നവനാണ്. വ അഖാമസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കുന്നവനെന്നല്ല, നമസ്കാരം അതിന്റെ കൃത്യതയോടുകൂടി നിലനിർത്തുന്നവനാകണം. ളുഹറുണ്ട്, അസറില്ല, മഗ്രിബുണ്ട്, ഇശാ ഇല്ല, സുബഹി ഇല്ല. അങ്ങനെയുള്ള ഒരുത്തൻ പള്ളിയുടെ ഭാരവാഹിയായി കൂടാ. പള്ളിയുടെ നേതൃത്വം വഹിക്കുന്നവനിൽ പെട്ട് അവൻ ചെന്ന് അവൻ സ്ഥാനം വഹിച്ചുകൂടാ. കാരണം നമസ്കാരം നിലനിർത്തുന്നവനാകണം. അവിടെ പ്രയോഗിച്ച വാക്ക് വ അഖാമസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവനാകണം. വ ആതസ് സകാത്ത്, സകാത്ത് കൊടുക്കാൻ അവൻ അവകാശമുണ്ടെങ്കിൽ അവൻ സകാത്ത് കൊടുക്കുന്നവനാകണം. 100 രൂപയുടെ 250, 1000ന്റെ 25, 10,000ന്റെ 250, 1,00,000ന്റെ 2,500 കൊടുക്കാൻ അവൻ അവകാശപ്പെട്ടവനാണെങ്കിൽ അത് കൊടുക്കുന്നവനാകണം പള്ളിയുടെ ഭാരവാഹിയായി കടന്നു വരേണ്ടത്. ഇത് ഖുർആനാണ് പ്രയോഗിക്കുന്നത്. വലം യഖ്ശ, അവൻ ഭയപ്പെടാൻ പാടില്ല. ഇല്ലല്ലാഹ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും അവൻ പേടിക്കുകയില്ല. അവരെന്തു പറയും, ഇവരെന്തു പറയും, അവരെന്തു വിചാരിക്കും, ഇവരെന്തു വിചാരിക്കും, പ്രശ്നമേ ഇല്ല. അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നില്ല. ഈ ക്വാളിറ്റി ഉള്ളവനാകണം പള്ളിയുടെ ഭാരവാഹിയാകേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. അത് നമ്മൾ ഓർക്കണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ മക്കൾ വളർന്നു വരണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞു എന്നറിഞ്ഞാൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവനായി മാറണം. ഞാൻ വീണ്ടും ആവർത്തിക്കുക, മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ നേരാവണ്ണം വിശ്വാസം വെച്ച് പുലർത്തുന്നവനാകണം. വൽ യൗമിൽ ആഖിർ, പരലോകമെന്ന് പറയുന്ന ഭയാനകമായ റബ്ബിന്റെ നീതിപൂർവമായ ഒരു കോടതിയുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, മാതൃതുല്യരായ ജ്യേഷ്ഠത്തിമാരെ, പെങ്ങന്മാരായ സഹോദരിമാരെ, മക്കൾക്ക് തുല്യരായ കൊച്ചു പെൺകുട്ടികളെ, ഇപ്പുറത്തിരിക്കുന്ന അനിയന്മാരെ, നമ്മൾ ഓർക്കുക, പരലോകമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, നീതിപൂർവമായ റബ്ബിന്റെ കോടതി. ആ കോടതിയെ പേടിക്കുന്നവരും ഭയപ്പെടുന്നവരുമാകണം. ഏതു ഇരുട്ടിന്റെ മറവിലും ഞാൻ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോ, ഇതാ എന്റെ മുമ്പിൽ കള്ളത്തരങ്ങൾക്ക് അവസരമുണ്ടായി വരുമ്പോ, എന്റെ മുമ്പിൽ പടച്ചവന്റെ നിയമങ്ങളെ തെറ്റിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരുമ്പോ, എന്റെ കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കടന്നു വരുമ്പോ, എന്റെ കരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോ, എന്റെ കാൽപാദങ്ങളെ പടച്ചവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോ, ഓർക്കണം, ഞാനും നിങ്ങളും വരാനിരിക്കുന്ന പരലോകമുണ്ടല്ലോ. ഇവിടുത്തെ 20 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ അല്ല. പള്ളിപ്പടി എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ, മരണം ഇവിടെയാണെങ്കിൽ ചെന്ന് കിടക്കാനുള്ള നമ്മുടെയൊക്കെ മുൻഗാമികളായ ആളുകൾ എല്ലാവരും പണം ശേഖരിച്ച് ഒരുമിച്ച് വാങ്ങിയ ആ പള്ളി കബറിടം ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവിടെ 6 അടി മണ്ണിൽ ചെന്ന് കിടക്കാനുള്ളവനാണ് ഞാൻ. ആരുമില്ല. 6 അടി താഴ്ചയുള്ള കുടിയിലേക്ക് ഇറക്കി വെച്ച് ചെരിച്ചു കിടത്തി മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് ബാക്കി മണ്ണ് തൂമ്പ കൊണ്ടും കൈക്കോട്ട് കൊണ്ടും നീക്കി ഒരു കബർ, ഒരു ചാൺ ഉയരത്തിൽ മണ്ണ് മൂടിയിട്ട് കാലിന്റെയും തലയുടെയും ഭാഗത്ത് കബറാണെന്നറിയാൻ കല്ലടയാളം വെച്ച് തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുമ്പോ ആ കബറിടത്തിൽ നമ്മൾ ഒറ്റക്കാം. ആ ബോധമാണ് മനുഷ്യനെ നന്നാക്കുന്നത്. ആ ബോധമാണ് മനുഷ്യനെ
സൽ സ്വഭാവിയാക്കി മാറ്റുന്നത്. ആ ബോധമാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത്. ആ ബോധമാണ് വിട്ടുവീഴ്ച ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ ചതിക്കില്ല, വഞ്ചിക്കുകയില്ല എന്ന് എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ബോധം. ആ ബോധത്തിലേക്ക് നമ്മൾ വരണം. അവിടെ റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്തവനായി ജീവിക്കണം. ഈ ക്വാളിറ്റി ഉള്ളവനാണ് പള്ളിക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന് സർവശക്തനായ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിൽ 150 മെമ്പർമാരുണ്ട്, 200 മെമ്പർമാരുണ്ട്, അല്ലെങ്കിൽ 200 കുടുംബമുണ്ട്, 500 ആളുകളുണ്ട്, 600 ആളുകളുണ്ട്. ആളുകളുടെ എണ്ണത്തിന്റെ പെരുപ്പമല്ല പ്രശ്നം. മറിച്ച് ഈ പള്ളിയിൽ മെമ്പർമാരായ നമുക്ക് സെൽഫി മസ്ജിദ് എന്ന് പറയുന്ന, ഞാനൊക്കെ ചെറിയ കുട്ടികളായിരിക്കെ അപ്പുറത്തുള്ള പള്ളി കണ്ട്, അങ്ങനെയാണ് നമ്മളെ സെൽഫി മസ്ജിദ്. ഇത് വലിയ പാരമ്പര്യമുള്ള പള്ളിയാണ് അല്ലേ പ്രിയപ്പെട്ടവരെ. പിന്നീട് ഇങ്ങോട്ട് മാറിയിട്ട് തന്നെ എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ഇങ്ങനെയുള്ള ഒരു പള്ളിയോട്, കരുനച്ചി സെൽഫി മസ്ജിദിന്റെ മഹല്ലിൽ മെമ്പർമാരായവരെ, ഈ പള്ളിയോട് നിർവഹിക്കുവാനുള്ള ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്തം എന്താണ്? ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമസ്കാരത്തിന് പടച്ചവന്റെ വീടാകുന്ന ഈ വീട് ഏതെങ്കിലും ഒരാളുടെയോ ഒരു സംഘത്തിന്റെയോ വീടല്ല. ഇത് നേതൃത്വം നൽകാൻ ഒരു കമ്മിറ്റി ഉണ്ട് എന്ന് മാത്രം അല്ലേ. ഇത് മുജാഹിദ് പള്ളി എന്ന് നമ്മൾ അറിയപ്പെടാൻ വേണ്ടി പറയുന്നു എന്നതല്ലാതെ ഇത് റബ്ബിന്റെ വീടാണ്. ഇത് റബ്ബിന്റെ വീടാണ്. ആ വീട്ടിൽ ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? എപ്പോഴെങ്കിലും പള്ളിയിലേക്ക് വരിക എന്നതല്ല. ജമാഅത്തിന് കൃത്യമായി നാട്ടിലുണ്ടെങ്കിൽ, മുഖീമാണെങ്കിൽ, മുസാഫിർ അല്ലെങ്കിൽ, യാത്രക്കാരനല്ലെങ്കിൽ, രോഗിയല്ലെങ്കിൽ, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ വീട്ടിൽ, ഈ പള്ളിയിലോ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോ, അല്ല നാം എടക്കരയിലാണെങ്കിൽ അവിടെയുള്ള പള്ളിയിലോ, നാം പാലേമാടാണെങ്കിൽ അവിടെയുള്ള പള്ളിയിലോ ജമാഅത്തിനെത്തുക എന്നത് പള്ളിയോട് നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ്. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. ഈ പള്ളിയിലെ മെമ്പർമാർ പള്ളിയുടെ മുറ്റത്ത് നിറഞ്ഞിരിക്കുമ്പോ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ അള്ളാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിറഞ്ഞിരിക്കുമ്പോ, എന്റെ ഭർത്താവ് പള്ളിയോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ? എന്റെ മകൻ പള്ളിയോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ? എന്റെ മുത്തമകന് 18 വയസ്സായി, എന്റെ മുത്തമകന് 25 വയസ്സായി. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകൾ അവൻ വാങ്ങിക്കൂട്ടിയ, വാരിക്കൂട്ടിയ ട്രോഫികളുടെയും മൊമെന്റോകളുടെയും അല്ലേ, അവൻ വാരിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളുടെയും അതെല്ലാം അലങ്കാരമായി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചപ്പോ, എന്റെ മോന് ഡിഗ്രി ഉണ്ടെന്ന് പറയുമ്പോ, ബിരുദാനന്ദ ബിരുദമുണ്ടെന്ന് പറയുമ്പോ, ഒരുപാട് ട്രോഫികൾ, ഒരുപാട് മൊമെന്റോകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോ, എന്റെ മകൻ പള്ളിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനാണോ എന്ന് ഇപ്പുറമുള്ള സഹോദരിമാർ മകനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, അതേ ഇവിടെ ഇരിക്കുന്ന ജേട്ടന്മാർ അനിയന്മാരെ കുറിച്ച്, അനിയന്മാർ ജേട്ടന്മാരെ കുറിച്ച് ആലോചിക്കണം. ഇത് പള്ളിയോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പള്ളിയുടെ ഭാരവാഹികളും പള്ളിയുടെ മെമ്പർമാരും ഒക്കെ ഓർക്കേണ്ട ഒന്ന്, ഒരു മഹല്ല് സംഗമം എന്ന നിലക്ക് എന്റെ വീട്ടിൽ ഇത് 3 കല്യാണം കഴിഞ്ഞു. പടച്ചവൻ ഇഷ്ടപ്പെടുന്നതാണോ? എന്റെ വീട്ടിൽ 2 കല്യാണങ്ങൾ കഴിഞ്ഞു. റബ്ബിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ? എന്റെ വീട്ടിൽ 1 കല്യാണം കഴിഞ്ഞു. റബ്ബിന് ഇഷ്ടപ്പെട്ട വിധത്തിലാണോ? ഒരുപാട് ആളുകൾ വന്നു എന്നതല്ല, ആള് കുറഞ്ഞു എന്നതല്ല, അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണോ ഞാൻ ചെയ്തിട്ടുള്ളത്? സാമ്പത്തികം നിങ്ങളെ അനുവദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ധാരാളം ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത നല്ല ഖുതുബ മലയാളത്തിൽ കേട്ടിട്ടും ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന തൊടുത്തുവിട്ട അമ്പ് പോലെ വാക്കുകൾ ഇങ്ങനെ കർണപുടങ്ങളിൽ, ചെവികളിൽ വന്ന് തുളച്ചു കയറി വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ചെന്ന്, അതേ പാറയിൽ കൊത്തിയിട്ട വാക്കുകളെ പോലെ ആ നെഞ്ചിടത്തിൽ ചെന്ന് കയറിയിട്ടും ആ തലച്ചോറിൽ അത് ശക്തമായ വാക്കായി പ്രതിധ്വനിച്ചിട്ടും എന്റെ വീട്ടിൽ ഒരു കല്യാണ തലേ ദിവസം ഒരു ഗാനമേള സംഘടിപ്പിച്ച് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്നായി എന്റെ വീട്ടിലെ കല്യാണം മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികൾ? പ്രിയപ്പെട്ടവരെ, കേൾക്കാത്തത് കൊണ്ടാണോ? പറയാത്തത് കൊണ്ടാണോ? ഓർമ്മപ്പെടുത്താത്തത് കൊണ്ടാണോ? ഇതൊക്കെ ഒരു മഹല്ല് സംഗമത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ധൂർത്തുകൾ കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടോ?
നിങ്ങൾ 500 പേരെ വിളിക്കാൻ വിചാരിച്ചത് 1000 പേരെ വിളിച്ചോ, പ്രശ്നമില്ല. നിങ്ങളുടെ സന്തോഷമാണ്, പങ്കാളികളാക്കിക്കോ. പക്ഷെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്ന്, എന്റെ വിവാഹത്തിന്റെ പേരിൽ, എന്റെ മോന്റെ വിവാഹത്തിന്റെ പേരിൽ, എന്റെ മോളുടെ വിവാഹത്തിന്റെ പേരിൽ കടന്നു വരാൻ പാടില്ല. എനിക്ക് വലുത് പരലോകമാണ്, എനിക്ക് വലുത് പരലോകമാണ്. പൊങ്ങച്ചം വേണ്ട, ഗർവ് വേണ്ട. നല്ല കുപ്പായം വാങ്ങിക്കോ, നല്ല ചെരുപ്പ് വാങ്ങിക്കോ, നല്ല ഷൂ വാങ്ങിക്കോ, നല്ല വീട് കെട്ടിക്കോ. വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് റൂം കെട്ടിക്കോ, പിന്നെ അധികവും റൂം കെട്ടിക്കോ. അതിഥികൾക്ക് വേണ്ടി നീ ഒരു റൂമെങ്കിലും കെട്ടണമെന്നതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5ാമത്തെ റൂം കെട്ട്. എന്തിന്? അതിഥിക്ക് വേണ്ടി ഒരു റൂം നീ മാറ്റി വെക്കണം എന്നതാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിൽ എത്ര പേരുണ്ടോ അതിനേക്കാൾ അധികം റൂം കെട്ടാമെന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അന്നൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. നല്ല വീട് കെട്ടാം, നല്ല വസ്ത്രം വാങ്ങാം, നല്ല ചെരുപ്പ് വാങ്ങാം. കീറിപ്പറിഞ്ഞ കുപ്പായവുമായി സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ നബിയുടെ മുമ്പിൽ പള്ളിയിൽ വന്നപ്പോൾ നബി ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ? നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി പറഞ്ഞ മറുപടി എന്താ അറിയോ? എനിക്ക് ഭൂമിയോട് അത്ര താല്പര്യമില്ല, ഞാനൊരു സുഹൃദിലാണ്, ഒരു വിരക്തിയിലാണ്, ഞാൻ പരലോകത്തെ ഓർത്തിട്ട് ഡ്രസ്സൊന്നും ഒരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ് പാടില്ല, അള്ള തന്നതാണ്, അത് അഭിമാനത്തോടു കൂടി അണിയാനാണ് പഠിപ്പിച്ചത്. ഇതിലൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഒരു വിവാഹത്തിന്റെ പേരില് ഒരു പൊങ്ങച്ചം കടന്നു വരാറുണ്ടോ? ഒരു ഗർവ് കടന്നു വരാറുണ്ടോ? ഒരു വമ്പ് കാട്ടാനുള്ള ശ്രമം നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം എൻ്റെ മോളെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് ഒരു നല്ല ഭാസുരമായ ജീവിതം കിട്ടാൻ ആഗ്രഹിച്ച് കണ്ണീരോടുകൂടി പറഞ്ഞയക്കുമ്പോ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവിടെ നടന്നാൽ പടച്ചവന്റെ അടുക്കൽ നിന്നുള്ള ബറക്കാത്തുകൾ നമുക്ക് നഷ്ടപ്പെടും. അതിനവസരം എൻ്റെ വീട്ടിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആലോചിക്കണമെന്നതാണ് പറഞ്ഞത്. കാരണം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് പലരും ജീവിക്കാനുള്ള വെമ്പൽ കാണിക്കുന്നത്. ചുറ്റുപാട് നമ്മുടെ മക്കളെ പിടിച്ചു വലിക്കുന്നത് അങ്ങോട്ടാണ്. കല്യാണത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാരി. പല വിഷയങ്ങളും പറയാനാണ്, ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറയാം. വില 20,000 15,000 പിന്നീട് അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ. മാന്യമായ ഒരു സാരി ഉപയോഗിക്കാം, മാന്യമായി സാരി ചുറ്റാം, മാന്യമായ ഡ്രസ്സ് വാങ്ങാം. ഇതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷേ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്നായി. ഏതെങ്കിലും കൂട്ടുകാരിയുടെ കല്യാണം കടന്നു വരുമ്പോ അതിനു വേണ്ടി അന്നൊന്ന് അണിയാമെന്ന് വിചാരിച്ച് അലമാരയിൽ ഒരുപാട് സ്ഥലം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്ന, പണം വേസ്റ്റാക്കി കളയുന്ന ഒരു രീതി ആർക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? സ്വന്തം അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സ് അതിന്റെ വെയിറ്റ് കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും സ്വന്തമായി നടക്കാൻ കഴിയാതെ പിറകിൽ ചില ആളുകൾ ആ ഡ്രസ്സിനെ പിടിച്ച് പൊന്തിച്ച് നടക്കുന്ന അവസ്ഥ വരെ മുസ്ലിം കല്യാണങ്ങളിൽ കണ്ടുവരുന്നു എന്നത് എത്ര ആഭാസകരമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളായി മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, സലഫി മസ്ജിദിന്റെ മഹല്ല് സംഗമത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇല്ല, എന്റെ വീടുകളിലേക്ക് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്ന് കൊണ്ടുവരാതെ സൂക്ഷിക്കാൻ മനുഷ്യരാണ്. പിടവുകൾ സംഭവിക്കാം. കേൾക്കുന്ന നിങ്ങൾക്കും പിടവുകൾ സംഭവിക്കാം, സംസാരിക്കുന്ന എനിക്കും പിടവുകൾ സംഭവിക്കാം. അള്ളാഹു നമുക്ക് നേർവഴി, ആ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൽബുദ്ധിയും സാഹചര്യവും തൗഫീഖും നൽകി അള്ളാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല, നിസ്കരിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല, അല്ല സുഹൃത്തുക്കളെ, മറിച്ച് നമ്മെ സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇതൊരു കൾച്ചറൽ സെന്ററാണ്. നമ്മുടെ അന്തസ്സുണ്ടല്ലോ, നമ്മുടെ ഡിഗ്നിറ്റി ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ അഭിമാനമുണ്ടല്ലോ, ആ കാണുന്ന പ്രൗഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അന്തസ്സായി ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്ന പ്രസ്റ്റീജ് ഉണ്ടല്ലോ. അത് പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുഅ്മിനായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് എന്ത് നമ്മുടെ മഹല്ല് എന്നത്. അതുകൊണ്ട് എൻ്റെ മോളെ,
നമ്മുടെ മക്കളെ, നമ്മുടെ അനുജന്മാരെ, നമ്മുടെ അനുജത്തിമാരെ, നമ്മുടെ ജേട്ടന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചുകൊണ്ട് നന്മയിലേക്ക് നിരന്തരമായി ക്ഷണിക്കേണ്ടവരാണ് നമ്മൾ. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മളൊരു കുടുംബമാണ്, ഇതൊരു കുടുംബമാണ്, ഇതൊരു ആദർശബോധമുള്ള കുടുംബമാണ്. അള്ളാഹു ഈ കുടുംബ ബന്ധം ഒരു മാലയിൽ ഒരു നൂലിൽ കോർത്ത മുത്തുമണികൾ അതൊരു മാലയായി മാറിയതുപോലെ, വിളക്കി ചേർത്ത കണ്ണികൾ ചെങ്ങലയായി മാറിയതുപോലെ ഇത് ഒരു കുടുംബാംഗങ്ങളാണ്. ഈ സ്നേഹവും ആദർശ ബന്ധവും അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത, ഇവിടെ വിഷയം അത് വരുന്നുണ്ട് ഷാഫി സബാഹിയുടെ സംസാരത്തിലൂടെ, ഇപ്പോഴും തൗഹീദ് കിട്ടാത്ത, ഇപ്പോഴും ശിർക്കിലകപ്പെട്ടു പോയ, ഇപ്പോഴും അന്ധവിശ്വാസത്തിന്റെ മാറാപ്പ് പേറുന്ന, ഇപ്പോഴും അനാചാരങ്ങളുടെ കൂടെ യാത്ര പോകുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിലോ അകന്ന കുടുംബങ്ങളിലോ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ദഅവത്ത് എന്നത് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ഡിഗ്രി എടുത്താൽ നിർവഹിക്കാൻ അയാൾ മാത്രം നിർവഹിക്കേണ്ടതായ ഒരു ബാധ്യതയാണ് എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിയാരായി അറിയപ്പെടുന്ന, ഒരു മൗലവിയായി അറിയപ്പെടുന്ന, ഒരു ഖതീബായി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഭാരവാഹികളായി അറിയപ്പെടുന്നവർ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല. അല്ല, ഉപ്പ വീട്ടിൽ നിന്ന് മക്കളോട് പറയുന്നു നല്ല കാര്യം, അത് ദഅവത്താണ്. ഭർത്താവ് ഭാര്യയോട് ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്നു, അത് ദഅവത്താണ്. ഭർത്താവിനറിയാത്ത ഒരു കാര്യം ഭാര്യ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു, അതൊരു ദഅവത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് കേൾക്കാത്തവരിലേക്ക്, എനിക്ക് കൂടുതൽ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, ക്ലാസ് എടുക്കാൻ അറിയില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് എനിക്കറിയില്ല, ഹദീസുകൾ ധാരാളമായി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ സ്വഹീഹായ ഒരു ഹദീസ് ഞാൻ കേട്ടു എങ്കിൽ അതെത്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ, അറിഞ്ഞതെങ്കിൽ അതെത്തിക്കണേ, അതറിയിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്വഹാബാ കിറാമിനെ വിളിച്ചിട്ട് ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ കേൾപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ അത് നിങ്ങൾ എത്തിക്കണേ. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്ത്? ദഅവത്ത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ, ഖുർആൻ അങ്ങനെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ സൂക്ഷിക്കണേ, കാത്തു രക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണേ. പോരാ, ഖൂ അൻഫുസകും അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ ഉമ്മയെ വാപ്പയെ, നിങ്ങളുടെ ഭാര്യയെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ, രക്തബന്ധുക്കളെ, അടുത്ത ബന്ധുക്കളെ, അകന്ന ബന്ധുക്കളെ, ഖൂ അൻഫുസകും അഹ്ലീകും നാറ, നരകത്തിന്റെ അഗ്നിയിൽ നിന്ന്, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന്, ജഹീം എന്ന് പറയുന്ന, ജഹന്നം എന്ന് പറയുന്ന, ലള എന്ന് വിളിക്കുന്ന, അല്ലെ വൈൽ എന്ന് വിളിക്കുന്ന, സഖർ എന്ന് പരിചയപ്പെടുത്തുന്ന, അതേ പ്രിയപ്പെട്ടവരെ ഹുത്തമ എന്ന് പരിചയപ്പെടുത്തുന്ന, കത്തിച്ചൊലിക്കുന്ന, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത അതിഭീകരമായ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ ഒരുക്കണം. എന്താ കാരണം? ഇവിടെ നമ്മൾ വിറക് കത്തിക്കുന്നത് 3 കല്ല് വെച്ചിട്ടാണ്, 3 ഇഷ്ടിക കൊണ്ട്, അതിനെ സിമന്റ് കൊണ്ട് മൂടി അല്ല, മറ്റേതെങ്കിലും മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് അടുപ്പുണ്ടാക്കിക്കൊണ്ടാണ് വിറകുകൾ കത്തിക്കുന്നത്. പരലോകമെന്ന് പറയുന്നത്, നരകമെന്ന് പറയുന്നത് അള്ളാഹു ഈ ആയത്തിന്റെ ബാക്കിയായി പറഞ്ഞത് വഖൂദുഹന്നാസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലും മനുഷ്യരുമാണ് അവിടുത്തെ വിറകുകളായി കത്തിക്കൊണ്ടിരിക്കുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, നല്ല പരുഷ, നല്ല കഠിന സ്വഭാവത്തോടു കൂടി പെരുമാറുന്ന അതേ മല്ലാളന്മാരായ മലായികത്തുകളുടെ പാറാവാണ് അല്ലാഹു തആല അവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും
വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അതങ്ങനെ തന്നെ അനുസരിക്കുന്നവരാണ് മലായിക്കത്തുകൾ. അതുകൊണ്ട് വലിയ മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്ത് ഒരു കാവലേർപ്പെടുത്തിയിട്ടുള്ള ഒരു പരലോകത്തിന്റെ ദിവസത്തെ ഓർക്കാനും കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് എന്റെ ഉമ്മ രക്ഷപ്പെടണം, എന്റെ വാപ്പ രക്ഷപ്പെടണം. സെലഫി പള്ളിയിൽ വന്ന് വടിയാത്രയിൽ ഒരാൾ നമ്മുടെ ഖുത്ബ കേട്ട് പോയാൽ ആ ഖുത്ബ കേട്ടിട്ട് ഒരു പോയെന്തെങ്കിലും ഉമ്മയോട് പറഞ്ഞ് ശിർക്കിൽ അകപ്പെട്ടു പോയ ഉമ്മയോട്, അതേ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോയ വാപ്പയോട്, അനാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേട്ടനോട്, ഇളയച്ചയോട്, മുത്തച്ചിയോട്, ജേട്ടന്റെ അനുജന്റെ ഭാര്യയോട്, കുടുംബങ്ങളോട്, അതേ സുഹൃത്തുക്കളോട് നാളെ വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ഭയാനകമായ ദിവസത്തെ ഓർമ്മപ്പെടുത്തി രക്ഷപ്പെടാനാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയാൻ, ഒരു വെമ്പൽ കൊള്ളാൻ ഖുത്ബകളും ക്ലാസുകളും ഒരു മനുഷ്യന് പ്രചോദനമാകണം. അതാണ് ഈ മഹല്ല്, അതാ ഖുത്ബ, അതാ നമ്മുടെ പള്ളി, അതാ മഹല്ല്. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. അതിനെന്തൊക്കെ മേഖലകളും അവസരങ്ങളും ഉണ്ടോ അതെല്ലാം നമ്മൾ ഒരുക്കണം. അതിനെന്തൊക്കെ ചാൻസുകളുണ്ടോ എല്ലാം ഒരുക്കണം. കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മോട് ധൃതിപ്പെടാനാ പറഞ്ഞത്. ഖുർആൻ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ധൃതി കാണിക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാവാ, നന്നാവണം. എന്റെ അനിയനോട് പറയണം, ജേട്ടനോട് പറയണം, ഉപ്പാക്കത് മനസ്സിലായിട്ടില്ല പറയണം. കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. ഷിഹാബ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മഹലില് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് നിങ്ങളുടെ കൂടെ വളർന്ന നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ സുഹൃത്തായി ദഅവ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ച് എന്റെ ഭാഗത്ത് എന്ത് പോരായ്മകളാണുള്ളത് എന്ന് ആലോചിച്ച് എന്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കുകളാണുള്ളത് അതൊരു ചെറിയ കുട്ടി വന്ന് പറഞ്ഞാലും തിരുത്താൻ തയ്യാറാകണം. അപ്പോഴേ എന്റെ മനസ്സ് വിശാലമായിട്ടുള്ളൂ.